മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. വേണ്ട, ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പറയും. വീണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായാലും അവിടെ ഒരു പിറുപിറുപ്പ്. ഒന്നുമില്ല ഗോവിന്ദേട്ടാ. എന്താടി മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ. ചുമ്മാ വഴക്കുണ്ടാക്കില്ലേ ഗോവിന്ദേട്ടാ. എന്താ മോളെ? ഇന്ന് ചേച്ചിയമ്മ അമ്മയോട് പറഞ്ഞു സ്ഥലം വെക്കാൻ സമ്മതിക്കില്ലാന്ന്. നേരാണോടി? അത് പിന്നെ ചേച്ചി ചുമ്മാ തമാശക്ക്. തമാശയോ? തമാശയൊന്നും അല്ല അച്ഛാ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അതിലും എവിടെയാണ് തമാശ? ചേച്ചി സ്ഥലം വിൽക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ നിനക്ക് ചിരി വന്നോ? ഇല്ല, തമാശ കേട്ടാ ചിരിക്കേണ്ടതല്ലേ? നീ എന്താ ചിരിക്കാത്തെ? നിനക്ക് ചിരി വന്നോടി? ഇല്ല, അരുണുമി ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കുമെന്ന്. അന്നേരം അമ്മ ഞങ്ങളെ വഴക്കു പറയാ പറഞ്ഞു കൊടുക്കല്ലേന്ന്. ഞാൻ കിടന്നുറങ്ങുമ്പോ നിന്റെ ചേച്ചി എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയൂടി? അത് നീ എന്നോട് പറയത്തില്ല അല്ലടി? ചേച്ചിയമ്മ പറയാ അച്ഛന്റെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ജംഗ്ഷനിലെ ചിട്ടി ആപ്പീസ് വിറ്റിട്ട് നടത്തിയാ മതിയെന്ന്. അത് കേട്ടിട്ട് നിനക്ക് ചിരി വന്നോടി? ഇല്ല. അതെന്താണ് ചിരിക്കാത്തെ? എന്റെ ഓപ്പറേഷൻ നടത്താൻ നിന്റെ ചേച്ചി സ്ഥലം വിറ്റ് പൈസ തരില്ല എന്ന് പറയുമ്പോ നിനക്ക് ചിരി വരേണ്ടതാണല്ലോ. എന്റെ ചിത കത്തുന്ന പുക കാണാമല്ലോ എന്ന് ഓർത്തിട്ട്. എവള് പറഞ്ഞത് നീ കേട്ടില്ലേ മോളെ? ചേച്ചി തമാശ പറഞ്ഞതാണെന്ന്. വിളിക്കണേ ചേച്ചിയെ, ചെന്ന് വിളിച്ചോണ്ടാടി. അച്ഛൻ ദേഷ്യപ്പെടല്ല അച്ഛ. ഇതൊക്കെ കേട്ടോ ദേഷ്യം വരാതിരിക്കുവോ? അവരെ വിളിച്ച് ചോദിക്കണ്ടേ? അച്ഛൻ ചോദിച്ചോ? പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ദേഷ്യത്തിൽ വേണ്ട. ചേച്ചി എന്താ പൂച്ചയ്ക്ക് കയറിട്ട മാതിരി? ഇങ്ങോട്ട് വന്നാട്ടെ. ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചെണീപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ എന്തിനാ എണീറ്റേ? അവിടെ ഞാൻ കിടന്നോളാൻ പാടില്ലായിരുന്നോ? ഞാൻ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വന്ന് തലവഴി അങ്ങ് ഒഴിച്ചു വരുന്നല്ലോ. ഉറക്കത്തിൽ നിന്ന് വിളിക്കാതെ എഴുന്നേപ്പിക്കാൻ. എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറ. ചേച്ചിയുടെ സ്ഥലം പുരുഷോത്തമന് വിൽക്കില്ലെന്ന് ചേച്ചി പറഞ്ഞോ? വിൽക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സെന്റിന് 2 ലക്ഷം രൂപ വില കിട്ടേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞു. ചേച്ചിയുടെ തത്വയ തന്ത കുഴി നയിച്ചു വരുമോ 2 ലക്ഷം രൂപയ്ക്ക്? ചോദിച്ചതിന് മറുപടി പറ. 2 ലക്ഷം രൂപ കിട്ടണമെന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. അതെനിക്ക് പറഞ്ഞൂടെ? ഏത് പട്ടി വരും ഇത് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ? ശശിധരൻ 2 ലക്ഷം രൂപയ്ക്കുള്ള ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശശിധരന്റെ അച്ഛൻ ഇവിടെ സ്ഥലം സമ്പാദിച്ചിട്ടുണ്ടോ? കച്ചവടം ഉറപ്പിച്ച് എഗ്രിമെന്റ് എഴുതി അഡ്വാൻസ് വാങ്ങിച്ച വസ്തുവിന് ഇനി വേറെ ആരെയെങ്കിലും വിളിച്ച് വില പറയാൻ വന്ന അവന്റെ ചങ്കില് ഞാൻ കത്തിയേറ്റും. പറഞ്ഞേക്കാം. ഗോവിന്ദൻകുട്ടിയെ വെറും പച്ച മനുഷ്യനാ. ഗതികെട്ട കൊല്ലാനും ചാവാനും മടിയില്ലാത്തവൻ. ശശിധരന് പറയാനും ആളെ വിളിച്ചോണ്ട് വരാനും അവകാശം ഉണ്ടെന്ന് അവൻ പറയുന്നേ. എന്തവകാശം? അവന്റെ അച്ഛന്റെ തറവാട്ട് വഴിയാണോ ഈ സ്ഥലം? അവന് അവകാശം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സുഗുണയ്ക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാ ഇത്. അവക്കുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞല്ലോ. 3 ലക്ഷം രൂപയും 20 പവനും. കണക്കൂട്ടി നോക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടെന്ന്. നിങ്ങളുടെ സ്ഥലം എല്ലാം കൂടി വിറ്റാ കൂടി മറിഞ്ഞാൽ 24 ലക്ഷം രൂപ കിട്ടും. അത് 3 ആണ്ട് ഭാഗിച്ചു നോക്ക്. ആ 3-ലൊന്നും അതിൽ കൂടുതൽ അവക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ അവകാശം അവക്കുള്ളേ?
അവനും അവളും കൂടെ കണക്ക് പറയാൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ എനിക്കറിഞ്ഞൂടാ. ജംഗ്ഷനിലുള്ള കെട്ടിടം വിറ്റിട്ട് ഓപ്പറേഷൻ നടത്തിയാൽ മതി എന്ന് ചേച്ചി പറഞ്ഞു. ആ, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാലോ എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വെറുതെ വല്ലവനും ദാനം ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ? ആ കെട്ടിടത്തിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അത് നിങ്ങളുടെ ആരുടെയും തറവാട് സ്വത്തല്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്കെന്താ വാ തുറന്നൊന്നും പറഞ്ഞൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സ്ഥലക്കച്ചവടം ഉഴപ്പിയ എന്റെ മോളുടെ കല്യാണം നടന്നില്ലെങ്കിൽ, എന്റെ കടം വീട്ടാനും ഓപ്പറേഷൻ നടത്താനും പറ്റിയില്ലെങ്കിൽ, ബാക്കി ഞാൻ പറയുന്നില്ല, പ്രവർത്തിച്ച് കാണിച്ചു തരാം.